നമസ്കാരം. ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ത്യയെ പരമാവധി ഉപദ്രവിച്ചു. എന്നാൽ ആ ഉപദ്രവങ്ങൾ ഒന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി. എന്തും സമ്മർദ്ദത്തിലൂടെ സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുണ്ടായിരുന്നു. എന്നാൽ സമ്മർദ്ദങ്ങളിൽ നിന്നാണ് അതിജീവനം എന്നത് മോദി കാണിച്ചു കൊടുത്തു. ട്രംപിന്റെ ചെമ്മീൻ പണിയിൽ തന്നെയാണ് ഇന്ത്യ ആദ്യം മറികടന്നത്. ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതി ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് US വിപണിയിലേക്കാണ്. എന്നാൽ ട്രംപ് ഇന്ത്യക്കെതിരെ അമിതമായ തീരുവ ചുമത്തിയതോടെ ഇന്ത്യയിലെ ചെമ്മീൻ കർഷകർ ആശങ്കയിലായിരുന്നു. എന്നാൽ ഒരു പിടി തന്ത്രങ്ങളിലൂടെ ഇന്ത്യ US ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറി വരികയാണ്. ചെമ്മീൻ വിഭവത്തിൽ വൈവിധ്യവൽക്കരിച്ചും യൂറോപ്പിലേക്ക് ഉൾപ്പെടെയുള്ള വിപണികൾ കണ്ടെത്തിയും ഇന്ത്യക്കകത്തെ ആഭ്യന്തര വിപണിയെ കൂടുതലായി ആശ്രയിച്ചും ചെമ്മീൻ കർഷകർക്ക് വരുമാനം ഉറപ്പാക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. ഇന്ത്യൻ ജനങ്ങളെ അങ്ങനെ അങ്ങ് കൈവിടുന്ന ആളല്ല മോദി. ഇതോടെ ആന്ധ്രയിൽ ഉൾപ്പെടെ ചെമ്മീൻ കർഷകർ നിർത്തിവെച്ചിരുന്ന ഫാക്ടറി പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 62,408 കോടി രൂപയുടെ ചെമ്മീൻ ഉൾപ്പെടെയുള്ള കടൽ വിഭവങ്ങളാണ് 2024-25 ഇന്ത്യയിൽ നിന്നും US കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ട്രംപ് ഇറക്കുമതി താരിഫ് 50% വർദ്ധിപ്പിച്ചതോടെ ചെമ്മീൻ സംസ്കരണ ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടിയിരുന്നു. ഇത്രയും ഉയർന്ന തീരുവ ഏറ്റുവാങ്ങി അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റി അയക്കുക ലാഭകരമല്ല എന്ന് വന്നതോടെ ചെമ്മീൻ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനം പാടെ നിലച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ചെമ്മീന് 80% നൽകുന്നത് ആന്ധ്രയാണ്. ആന്ധ്രയിൽ നിന്നുമുള്ള 70% ചെമ്മീനും കയറ്റുമതി ചെയ്യുന്നത് US US ചെമ്മീൻ കയറ്റുമതി സ്തംഭിച്ചതോടെ മോദി സർക്കാർ ശക്തമായ മറുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ചെമ്മീനും ഞണ്ടും ഉൾപ്പെടെയുള്ളവയ്ക്ക് ആഭ്യന്തര വിപണികൾ എവിടെയെല്ലാം കണ്ടെത്താൻ കഴിയുമെന്നത് സംബന്ധിച്ച് രൂപരേഖയുണ്ടാക്കി. ഇവിടെ വലിയൊരു മാറ്റം ചെമ്മീൻ കർഷകർ വരുത്തി. ചെമ്മീൻ നേരിട്ട് നൽകുന്നതിന് പകരം ചെമ്മീനുകളെ ജീവനോടെ വെള്ളത്തിൽ നിക്ഷേപിച്ച് ആകർഷകമായ രീതിയിൽ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിച്ചു. ഇത് വലിയ മാറ്റമുണ്ടാക്കി. ജീവനുള്ള ചെമ്മീനെ അപ്പപ്പോൾ ലഭ്യമാക്കുന്ന രീതി പല ഉപഭോക്താക്കളെയും ആകർഷിച്ചു. ആഭ്യന്തര വിപണി US വിപണിയിൽ നിന്നുമുള്ള നഷ്ടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയെങ്കിലും അല്പം ആശ്വാസം ഈ രീതിയിലൂടെ കൈവന്നു. ഏറ്റവും വലിയ ആശ്വാസം കൈവന്നത് ചെമ്മീന് മറ്റ് ലോക വിപണികൾ കണ്ടെത്തിയതോടെയാണ്. ഇതിനായി നെടുനാളത്തെ പരിശ്രമം ഉണ്ടായിരുന്നു. 2017 വൈറ്റ് സ്പോട്ട് വൈറസ് ബാധ ഉണ്ടായതോടെ ആന്ധ്രയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി പാടെയങ്ങു നിലച്ചു. നിരന്തരമായി ബന്ധപ്പെട്ടതിലൂടെ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും വിപണികൾ തുറന്നു കിട്ടി. ഇതോടെ വൻതോതിൽ ഈ രാജ്യങ്ങളിലേക്ക് ചെമ്മീൻ കയറ്റി അയക്കാൻ തുടങ്ങി. യൂറോപ്യൻ യൂണിയൻ ഏറെക്കാലമായി ഇന്ത്യയുടെ മത്സ്യ വിഭവങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. ഇവിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ശക്തമായി ഇടപെട്ടതോടെ ഇന്ത്യയിൽ 102 ഫാമുകൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള അനുമതി ലഭിച്ചു. ഇന്ത്യയിൽ നിന്നുമുള്ള ചെമ്മീന്റെ ഗുണനിലവാരം വ്യക്തമായി അറിയാവുന്നവരാണ് യൂറോപ്യൻ യൂണിയൻ. ഇതിന് പിന്നാലെ റഷ്യൻ വിപണിയും ഇന്ത്യക്ക് തുറന്നു കിട്ടി. 25 ഇന്ത്യൻ കമ്പനികളിൽ നിന്നുമുള്ള ചെമ്മീൻ റഷ്യ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി അമേരിക്ക അത്യാവശ്യമല്ല എന്ന സ്ഥിതി കൈവന്നിരിക്കുകയാണ്. പണിതാൽ തിരിച്ച് അമേരിക്കയ്ക്ക് കിട്ടും ഇന്ത്യ പണിയും.